പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ചോദ്യം: നിയമം നിന്റെ എവിടെയാണ് എഴുതപ്പെട്ടിട്ടുള്ളത്? ചോദ്യം ആവർത്തിക്കാം. എന്താണ് ചോദ്യം? നിയമം നിന്റെ എവിടെയാണ് എഴുതപ്പെട്ടിരിക്കുന്നത്? ഇന്ന് നിയമത്തിൻ്റെ ഒരു ദിവസമാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിച്ച് അത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ട ദിവസമാണ് റിപ്പബ്ലിക് ഡേ എന്ന് പറയുന്നത്. ഒരു പൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടിയ ദിനമാണ്. അതിൽ നിന്ന് മോചനം കിട്ടിയതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ആ സ്വാതന്ത്ര്യത്തിൻ്റെ പൂർണ്ണത കൈവരുന്നത് ഇന്ത്യക്ക് തനതായ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവുകയും അത് എഴുതിയുണ്ടാക്കുകയും അത് ഔദ്യോഗികമായി അംഗീകരിച്ച് ആ നിയമമനുസരിച്ച് ഈ രാജ്യം മുന്നോട്ടു പോകാൻ തീരുമാനമെടുക്കുകയും ചെയ്തപ്പോഴാണ് ആ സ്വാതന്ത്ര്യം അതിൻ്റെ പൂർണ്ണത കൈവരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മ ദിനമാണ് ഇന്ന് റിപ്പബ്ലിക് ഡേ. നമുക്ക് കൈയടിച്ച് കർത്താവിന് നന്ദി പറയും. അപ്പോൾ നമ്മെ സ്വതന്ത്രരാക്കുന്നത്, ഈശോ പറഞ്ഞ പോലെ, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. അപ്പോൾ സ്വതന്ത്രമാക്കുന്നത് നിയമമാണ്. നിയമം നമ്മെ അടിമത്വത്തിലേക്ക് നയിക്കുകയല്ല, നിയമം നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുകയാണ്. അതുകൊണ്ടാണ് ജെറമിയായിലൂടെ ദൈവം പറഞ്ഞത്, ഞാൻ എൻ്റെ നിയമം നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതിത്തരും, അത് ആർക്കും പിന്നെ എടുത്തു കളയാൻ സാധിക്കുകയില്ല. കൈയടിച്ച് നന്ദി പറയാം. ദൈവത്തിൻ്റെ നിയമം നമ്മുടെ ഹൃദയത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിന് പിന്നെ മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല, അമെൻമെൻറ്റ്സ് നടത്തേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു വാക്കുണ്ട് കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട്, അമെൻമെൻറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അതിനെ പറയുന്നത്, ഭരണഘടനാ ഭേദഗതി. പക്ഷേ കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ എഴുതുന്ന നിയമത്തിന് ഒരു ഭേദഗതിയുടെ ആവശ്യമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ നിയമം നമ്മെ എന്ത് ചെയ്യും? അത് നമ്മെ സ്വതന്ത്രരാക്കും. കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ എഴുതിത്തരുന്ന സ്നേഹത്തിൻ്റെ നിയമം, വചനം, നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കും. അപ്പോൾ എപ്പോഴാണ് നമ്മൾ അടിമത്വത്തിലേക്ക് നയിക്കപ്പെടുന്നത്? നമ്മൾ എപ്പോഴാണോ വചനം ലംഘിക്കുന്നത്, ദൈവം നമ്മുടെ ഹൃദയത്തിൽ എഴുതിത്തന്ന നിയമം, വചനം നമ്മൾ എപ്പോഴാണോ ലംഘിക്കുന്നത്, അതായത് ദൈവത്തിൻ്റെ ഹിതത്തിന് വിരുദ്ധമായ പ്രവൃത്തി, അതാണ് നിയമലംഘനം എന്ന് പറയുന്നത്. എപ്പോഴാണോ അത് ലംഘിക്കുന്നത്, അപ്പോൾ നമ്മൾ അടിമത്വത്തിലേക്ക് പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിയമാവർത്തനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, നിങ്ങൾ വചനം പാലിക്കുമ്പോൾ നിങ്ങൾ ശക്തരായിത്തീരും. നമ്മൾ ശക്തരായി തീരാൻ എന്ത് ചെയ്താൽ മതി? വചനം പാലിച്ചാൽ മതി. അപ്പോൾ നമ്മൾ എപ്പോഴാണ് ബലഹീനരായി മാറുന്നത്? നമ്മൾ വചനം ലംഘിക്കുമ്പോഴാണ് ബലഹീനരായി മാറുന്നത്. അപ്പോൾ നമുക്ക് ശക്തരായി തീരാൻ, നമ്മുടെ ശക്തി തെളിയിക്കാനുള്ള മാർഗം എന്താണ്? അല്ലേ, നമുക്ക് എല്ലാവർക്കും ആഗ്രഹം എന്താണ്? ശക്തി തെളിയിക്കണം. ഞാൻ ആരാണെന്ന് എല്ലാവരും അറിയണം. ശക്തി തെളിയിക്കാനുള്ള മാർഗം വചനമനുസരിക്കുകയാണ്. വചനം ലംഘിക്കുമ്പോൾ നമ്മുടെ ശക്തി, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ അത് ചോർന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ മനസാക്ഷിയുടെ ഒരു ബലമാകാം. നമ്മുടെ ആത്മശക്തി എന്ന് പറയുന്ന ഒരു ബലമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ഓർക്കുകയാണ് ഈശോ പറഞ്ഞ കാര്യങ്ങൾ. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും, എൻ്റെ വചനം നിങ്ങളെ സ്വതന്ത്രരാക്കും. വചനം എന്ന് പറയുന്ന കൽപ്പന നിങ്ങളെ സ്വതന്ത്രരാക്കും. അത് ഞാൻ നിങ്ങൾക്ക് ഹൃദയത്തിൽ, എൻ്റെ വചനം ഞാൻ നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിക്ഷേപിക്കും. നമ്മുടെ ഹൃദയം വചനത്തിൻ്റെ ഒരു നിക്ഷേപപാത്രമായി മാറാൻ ആഗ്രഹിക്കാം. നമ്മൾ പരിശോധിക്കേണ്ട കാര്യം, നമ്മളുടെ ഈ നിക്ഷേപപാത്രത്തിൽ എത്രമാത്രം വചനമുണ്ട് എന്നാണ്.
നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരുപക്ഷെ ചെയ്യാറുള്ള കാര്യമായിരിക്കാം. ബാങ്ക് ബുക്ക് എടുത്തിട്ട് അല്ലേ, ഡെപ്പോസിറ്റ് ബുക്ക് എടുത്തിട്ട് എത്ര ബാക്കിയുണ്ടെന്നൊക്കെ നമ്മൾ നോക്കാറുണ്ടോ? ഇല്ല, വേണ്ട. മെസ്സേജ് വരുമല്ലോ, ഫോണിൽ മെസ്സേജ് വരും, എത്ര ബാലൻസ് ഉണ്ട്, അപ്പോൾ എത്ര ഡെപ്പോസിറ്റ് ഉണ്ട്, എത്ര നിക്ഷേപമുണ്ട്. എന്ത് നിക്ഷേപം? വചനം എൻ്റെ ഹൃദയത്തിൽ എത്ര നിക്ഷേപമുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് എടുത്ത് പരിശോധിക്കേണ്ടത്, ഇനി എത്ര ബാലൻസ് ഉണ്ട്, വചനം എത്ര ബാലൻസ് ഉണ്ട്, ഇന്ന് എത്ര കൂടുതൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്, ദൈവസ്നേഹം ഇന്ന് എത്ര കൂടുതൽ വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് സന്തോഷമുള്ളൊരു കാര്യമുണ്ട്, നമ്മളുടെ അക്കൗണ്ടിലേക്ക് 1,00,000 രൂപ വന്നു. അപ്പോൾ അത്രയും കൂടി. നമുക്കെന്തായി? സന്തോഷമാണോ സങ്കടമാണോ? ആർക്കൊരു സന്തോഷമില്ലല്ലോ. സന്തോഷമാണ്, അത് വർദ്ധിച്ചു. അതുപോലെ ഇന്ന് കൂടുതലായി കൃപ അല്ലെങ്കിൽ വചനം, അനുഗ്രഹം, ഈ ദിവ്യബലി, ഓരോ ദിവ്യബലിയും ഈ അനുഗ്രഹത്തിൻ്റെ ഒരു ഡെപ്പോസിറ്റാണ്. ഈ ഡെപ്പോസിറ്റ് ഇങ്ങനെ വർദ്ധിക്കുമ്പോൾ ഉള്ള ഒരു സന്തോഷത്തോടു കൂടെ നമ്മുടെ നിക്ഷേപപാത്രം, അത് നമ്മുടെ ഹൃദയമാകുന്ന നിക്ഷേപപാത്രത്തിൽ വചനമാകുന്ന നിധിയും കൃപകളും ഒക്കെ വർദ്ധിക്കുന്നതിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടക്കാം. നമ്മുടെ ഈ നിക്ഷേപപാത്രത്തിൽ നിന്ന് വചനമാകുന്ന നിധി ചോർന്നുപോയ സമയങ്ങളെ ഓർത്ത് അനുതപിക്കാം. കൃപയാകുന്ന നിധി നമ്മുടെ പാപം മൂലം ചോർന്നുപോയ സമയങ്ങളെ ഓർത്ത് അനുതപിക്കാം. ഓരോ പാപവും നമ്മുടെ മഹത്വത്തെ ചോർത്തിക്കളഞ്ഞിട്ടുണ്ട്. കർത്താവേ, നിന്റെ കൂടെ ഒട്ടി നിൽക്കാൻ, നീ തരുന്ന നിന്റെ നിക്ഷേപമാകുന്ന വചനത്തെ നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ, അതിനെ സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം ഉച്ചത്തിലെ യേശുനാമം വിളിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാം. ഈശോയേ, 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 ഈശോയേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ.